ഹായ് ഫ്രണ്ട്സ്, വി സ്ട്രോങ് ബി ബോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് സൂഷി. ഇന്നത്തെ വീഡിയോ നെക്ക് ഹമ്പിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ കഴുത്തിന് പുറകിൽ കുറച്ച് താഴെയായിട്ട് ഉരുണ്ട് ഹമ്പ് പോലെ കാണപ്പെടുന്നതിനാണ് നെക്ക് ഹമ്പ് എന്ന് പറയുന്നത്. പൊതുവെ വണ്ണമുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ തെറ്റായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇതിനൊരു പ്രധാന കാരണം. അപ്പോൾ നെക്ക് ഹമ്പ് കുറക്കുന്നതിനുള്ള ചെറിയ വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വ്യായാമം ചെയ്യാം. കൈകളിങ്ങനെ ഇരുവശത്തും മുട്ടുമടക്കി ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരല്പം ബാക്കിലേക്ക്, ഷോൾഡർ ലെവലിൽ നിന്ന് ഒരല്പം ബാക്കിലേക്കാണ് ഈ ഒരു പൊസിഷനിൽ വേണം പിടിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഒരല്പം ബലം കൊടുത്തുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ ഉയർത്തുക. വീണ്ടും താഴെ തന്നെ വരും. ചെറിയൊരു റെസിസ്റ്റൻ്റ് കൊടുത്ത് വേണം ഇത് ചെയ്യാൻ. ബാക്കിലെ മസിൽ, നമ്മുടെ നെക്ക് ഹമ്പിൻ്റെ അവിടുത്തെ ആ മസിലുകളെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആ ഒരു സ്ട്രെച്ച് അതിലേക്കായിരിക്കും കിട്ടുന്നത്. പത്ത് തവണ ഈ ഒരു വ്യായാമം ചെയ്യാം. അതുപോലെ തന്നെ 3 സെറ്റാണ് ഓരോ വ്യായാമം ചെയ്യേണ്ടത്. ഒരു സെറ്റിൽ 10 തവണ വീതം 3 സെറ്റ് എന്ന് പറയുമ്പോൾ 30 നമ്പർ നിങ്ങൾ ഈ ഒരു വ്യായാമം ചെയ്യണം. രണ്ടാമത്തെ ഒരു വ്യായാമം ചെയ്യണം. കൈകൾ ഇതുപോലെ കഴുത്തിന് പുറകിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഷോൾഡർ പുറത്തേക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. കൈ രണ്ടും ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ചെസ്റ്റ് ഒന്ന് ഓപ്പണായിട്ട് വരുന്ന രീതിയിൽ. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തി പിടിക്കുക. സ്ലോലി അല്പം ടൈറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഒരു വ്യായാമം ചെയ്യാം. കൈകൾ ഇതുപോലെ ഇരുവശത്തും മുട്ടുമടക്കി കൈ ഇതുപോലെ പാം മുകളിലേക്കായിട്ട് വരുന്ന രീതി ഈ ഒരു പൊസിഷനിൽ വെക്കുക. ഇവിടെ നിന്ന് 2 വശത്തേക്കും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. തിരിച്ചു വന്നത് വീണ്ടും. ഈ വ്യായാമങ്ങളെല്ലാം തന്നെ നമ്മുടെ ബാക്കിൽ ഷോൾഡറിൻ്റെ താഴെ ഈ നെക്ക് ഹമ്പ് സെയിം ആ ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രെച്ച് വരുന്നത്. നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് മാത്രമായിട്ട് കിട്ടുന്ന വ്യായാമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല. ഇപ്പോൾ നാലാമത്തെ ഒരു വ്യായാമം ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ ഒരു പൊസിഷനിൽ തന്നെ വരിക. കൈ ഇതുപോലെ പഴയതുപോലെ കുറച്ച് ബാക്കിലേക്ക് ടേൺ ചെയ്ത് പിടിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒരു സർക്കിൾ നമ്മുടെ 2 കൈയും ഒരു റൗണ്ട് വരുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എല്ലാ വ്യായാമങ്ങളും 10 തവണ വീതമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ഒരു വ്യായാമം ചെയ്യാം. കൈകൾ ഇരുവശത്തും ഇതുപോലെ നിവർത്തി വെക്കുക. ഇവിടെ നിന്ന് മാക്സിമം ബാക്ക് സൈഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചേർക്കുക. തിരിച്ച് താഴെ തന്നെ വരിക. ആറാമത്തെ ഒരു വ്യായാമം ചെയ്യാം. കൈകൾ ഇതുപോലെ മുന്നിലേക്ക് ഒരല്പം റൈസ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് റൈസ് ചെയ്യുക. അത് നമുക്ക് അവസാനമായിട്ട് ഒരു വ്യായാമം കൂടി ചെയ്യാം. കൈകൾ ഇതുപോലെ പുറകിൽ ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യാം. നിവർന്ന് വെക്കുക. ഇവിടെ നിന്ന്
കൈ മാത്രം ഇതുപോലെ ഒന്ന് ബാക്കിലേക്കൊന്ന് പുഷ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.